ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ SIT. തൊണ്ടി മുതൽ കണ്ടെത്താനായില്ലെന്ന കാര്യം അറിയിക്കും. ഉരുപ്പടികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചോ എന്നതിലും വ്യക്തത വരുത്തും. CBI അന്വേഷണത്തെ എതിർക്കുന്ന SITയുടെ സത്യവാങ്മൂലവും ഇന്ന് ഹൈക്കോടതിയിൽ. തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ഗെയിൽ പൈപ്പ് ലൈനിൽ ചോർച്ചയെന്ന് സംശയം. ചോർച്ചയുണ്ടായത് റോഡ് അറ്റകുറ്റപ്പണിക്കിടെ കുഴിച്ചപ്പോഴെന്ന് ആരോപണം. പ്രദേശവാസികൾ ആശങ്കയിൽ. തൃശൂരിലെ തീപിടുത്തത്തിന് കാരണം ഇലക്ട്രിക് ലൈനിൽ നിന്നുള്ള തീപ്പൊരിയല്ലെന്ന് റെയിൽവേ. പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമുള്ള ഓവർ ഹെഡ് ലൈനിൽ നിന്നോ റെയിൽവേ ഇലക്ട്രിക് സാമഗ്രികളിൽ നിന്നോ തീ പടർന്നിട്ടില്ലെന്ന് വിശദീകരണം. സ്റ്റേഷൻ പരിസരത്തെ നിർമ്മാണത്തിന് കോർപ്പറേഷൻ അനുമതി വേണ്ടെന്നും റെയിൽവേ. നഷ്ടം നേരിട്ടവരെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 സീറ്റിൽ വിജയമുറപ്പെന്ന് കോൺഗ്രസ് നേതൃക്യാമ്പിൽ വിലയിരുത്തൽ. വയനാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകൾ തൂത്തുവാരാമെന്ന് കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ ധാരണ. മിഷൻ 2026 ആക്ഷൻ പ്ലാൻ ഇന്ന് അവതരിപ്പിക്കും. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന്റെ ശിക്ഷ പര്യാപ്തമല്ലെന്ന വാദവുമായി അപ്പീൽ നടപടികളിലേക്ക് പ്രോസിക്യൂഷൻ. ശുപാർശ ഉടൻ സർക്കാരിന് കൈമാറും. ശിക്ഷാവിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി ആന്റണി രാജു. അമേരിക്കൻ ഭരണകൂടം ബന്ദിയാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മെഡൂറയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിചാരണ നേരിടുക 2020 രജിസ്റ്റർ ചെയ്ത ലഹരിക്കടത്ത് കേസിൽ. ഭരണം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇടക്കാല പ്രസിഡന്റിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ദൈനംദിന ഭരണത്തിൽ ഇടപെടാൻ പദ്ധതിയില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി വിധി ഇന്ന്. ആരോപണങ്ങൾ തെളിയിക്കാനായില്ലെന്ന് പ്രതിഭാഗം വാദം. 5 വർഷത്തിലധികമായി തടവിൽ കഴിയുന്ന പ്രതികൾക്കെതിരെ ചുമത്തപ്പെട്ടത് UAPA പ്രകാരമുള്ള കുറ്റങ്ങൾ. സിറോ മലബാർ സഭയുടെ നിർണായക സിനഡ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. കുർബാന തർക്കമടക്കം സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹാരം തേടുക മുഖ്യ അജണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സഭയുടെ രാഷ്ട്രീയ നിലപാടും രൂപീകരിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുതിയ മെത്രാന്മാരെയും തെരഞ്ഞെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി യോഗം ഇന്ന്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാഥമിക ചർച്ച നടക്കും. കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതും ചർച്ചയ്ക്ക്. 30 സീറ്റ് ആവശ്യപ്പെടണമെന്ന് ഒരു വിഭാഗം. സ്പാനിഷ് ലീഗിൽ കുതിപ്പ് തുടർന്ന് റയൽ മാഡ്രിഡ്. ബെറ്റിസിനെ മറികടന്ന് 1-നെതിരെ 5 ഗോളുകൾക്ക് ഹാട്രിക്കുമായി തിളങ്ങി ഗോൺസാലോ. പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി സൂപ്പർ പോരാട്ടം സമനിലയിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉടമകൾക്കെതിരെ ഒളിയമ്പുമായി പരിശീലകൻ റൂബിൻ അമോറിം. ആഗ്രഹിച്ച മാറ്റങ്ങൾ തടസ്സം നിൽക്കുന്നുവെന്ന് തുറന്നു പറച്ചിൽ. വെറും കോച്ചായിരിക്കാനല്ല, ക്ലബിന്റെ മാനേജർ തന്നെയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം. യുണൈറ്റഡ് പരിശീലകന്റെ തുറന്നു പറച്ചിൽ വീണ്ടും സമനില വഴങ്ങിയതോടെ